ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മിഡിൽ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും ഇന്നെല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് നിഫ്റ്റി 25,000 ബിലോ ആണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവ ഇന്നും റെഡിലാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 ഇന്ന് 24,968 ക്ലോസ് ചെയ്തപ്പോൾ 143 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 545 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 56,283 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 414 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 59,104 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 157 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 18,959 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 11.39 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 501 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 81,757 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII ബൈയിങ് കണ്ടിന്യൂ ചെയ്തു. 2,103 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും ഇന്നലത്തെ വിപരീതമായി ഇന്ന് ബൈയിലേക്കാണ് വന്നിരിക്കുന്നത്. നെറ്റ് ബൈ FI എന്നും നെറ്റ് ബൈ ആയിരുന്നു. 374 കോടിയുടെ നെറ്റ് ബൈ ആണെന്ന് FII നടത്തിയത്. ഈ ആഴ്ചത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും DII ബൈയിങ്ങിലായിരുന്നു. ആകെ 9,490 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. എന്നാൽ FII 3 ദിവസം സെല്ലിങ്ങിലായിരുന്നു. 2 ദിവസം മാത്രമേ നെറ്റ് ബയേഴ്സ് ആയിരുന്നുള്ളൂ. ടോട്ടൽ എടുക്കുമ്പോൾ 6,671 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഈ ആഴ്ച FII നടത്തിയത്. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 108 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 23,894 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,231 ക്ലോസ് ചെയ്തപ്പോൾ 206 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,556 ക്ലോസ് ചെയ്തപ്പോൾ 253 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 56,506 ക്ലോസ് ചെയ്തപ്പോൾ 336 പോയിൻറ്റ് ഫോൾ നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 95 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,668 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 49 പോയിൻറ്റ്സ് കുറഞ്ഞ് 9,216 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT എന്നാൽ 3 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായിരുന്നു. 37,141 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയം 16 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. 1,771 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 34 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. 9,458 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 43 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 11,771 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ എന്ന് 87 പോയിൻറ്റ് ഇടിഞ്ഞ് 22,592 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 47 പോയിൻറ്റ്സ് കുറഞ്ഞ് 7,162 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻറ്റ് കുറഞ്ഞ് 999 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 938 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. 1,713 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഇന്ന് 2.21% റാലി നടത്തി. ബജാജ് ഫിനാൻസ് 1.97% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 1.63%, HCL ടെക് 1.12%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.03%, JSW സ്റ്റീൽ 1.02%, നെസ്ലെ ഇന്ത്യ 0.94%, ONGC 0.93%, കോൾ ഇന്ത്യ 0.70% ആൻഡ് ICICI ബാങ്ക് 0.56% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് 5.27% വലിയൊരു ഫോളാണ് നടത്തിയത്. ശ്രീറാം ഫിനാൻസ് 3.06% ഫോളോ നടത്തി. ബെൽ 2.38%, HDFC ലൈഫ് 1.78%, കോട്ടക് ബാങ്ക് 1.67%, HDFC ബാങ്ക് 1.56%, ഗ്രാസിം 1.44%, ടൈറ്റൻ 1.03%, ഹീറോ മോട്ടോകോപ്പ് 0.96% ആൻഡ് ട്രെൻഡ് 0.93% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സ് എല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,968 നിൽക്കുമ്പോൾ 0.07% പ്രോഫിറ്റ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. 12 മന്ത്സിൻ്റെ ഗ്രാഫാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 24,968 നിൽക്കുമ്പോൾ 5.16% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റിൽ 0.72% ഫോളോ നടത്തി.
ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,082 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 25,195 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 25,212 ക്ലോസ് ചെയ്തു, തേഴ്സ്ഡേ 25,111 ക്ലോസ് ചെയ്തു, ഫ്രൈഡേ ഇന്ന് 24,968 ക്ലോസ് ചെയ്തത്. മൺഡേന്ന് കാട്ടിയും കുറഞ്ഞ ലെവലിലാണെന്ന്, ബിലോ 25,000 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.